ഇന്ത്യയിൽ നിന്നാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ മരുന്നുകൾ, പ്രത്യേകിച്ച് ജനറിക് മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ. അത് മറ്റ് ബ്രാൻഡഡ് അല്ലാത്ത, ബ്രാൻഡഡ് ധാരാളം ഉണ്ട്, ഇറക്കുന്നുണ്ട്. ബ്രാൻഡഡ് അല്ലാത്ത മരുന്ന്, ജനറിക് മരുന്നുകൾ ധാരാളം ഇറക്കുമതി ചെയ്യുന്നത്. ഏതാണ്ട് അവരുടെ 30% മരുന്നുകൾ ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ അതിലുള്ള കയറ്റുമതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ലോകത്ത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. ഏറ്റവും കൂടുതൽ വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ 1-ാം സ്ഥാനം എന്ന് തന്നെ പറയാം. അതുപോലെ വാക്സിൻ കമ്പനികളുണ്ട്. അമേരിക്കയിലേക്ക് ആവശ്യമുള്ള ഭൂരിപക്ഷം വാക്സിനും പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു വെള്ളിടി പോലെ ഈ കമ്പനികളെ, ഈ മരുന്ന് കമ്പനികളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, ഇന്ത്യൻ കമ്പനികളെ തകർക്കുന്ന രീതിയിലേക്കുള്ള ട്രംപിൻ്റെ പുതിയ പ്രകടനം പുറത്തു വന്നു. നമ്മുടെ എവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ ഇറക്കുമതി തീരുവ 100% ആയിട്ട് വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളവിടെ ഒരു $10 കൊടുക്കുന്ന മരുന്നിന് ഇനി മുതൽ അവിടെ $20 ആവും വില. ആ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ ഇവിടുന്ന് കയറ്റുമതി നടത്താൻ പറ്റുന്നില്ല. കാരണം അവരുടെ ചിലവും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഈ ലാഭമില്ലാത്തൊരു ബിസിനസ്സിന് അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ ഓരോ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും നമ്മളത് ഓരോ കാര്യത്തിലും ഒന്ന് കാണണം. നേരത്തെ ആണെങ്കിൽ മറ്റ് സാധനങ്ങളുടെ ഇറക്കുമതി ചുങ്കം എന്ന് പറയുന്നത് അതിന് 25% ചുങ്കം ചുമത്തി എന്ന് പറയുമ്പോൾ മൊത്തം കൂടെ 50% ആയിട്ട് മാറി. കയറ്റുമതി ഇറക്കുമതി തീരുമാനം 50%ആണ് അമേരിക്കയിലേക്ക്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇതുപോലെ പോകുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ അമേരിക്കയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട്. ഞാനൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ കണ്ടത് നല്ല തുണിത്തരങ്ങൾ നമ്മൾ കാണും. കാരണം അട്രാക്റ്റീവായിട്ടുള്ള തുണിത്തരങ്ങൾ, ഏറ്റവും കൂടിയ മുന്തിയ തരം തുണിത്തരങ്ങൾ നമ്മൾ ഏത് കണ്ടാലും അവസാനം ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരാം. നോക്കുമ്പോൾ എന്താണെന്നറിയോ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ അത്രത്തോളം വസ്ത്രങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ഉണ്ടായിരുന്നു. ഇനി ആ കയറ്റുമതികളെല്ലാം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറ്റുമതിക്ക് ലാഭം എന്തെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ മുഴുവൻ ഇവിടുത്തെ ആ കയറ്റുമതി, അതിൽ ആ ഫീൽഡിൽ ഈ ഫിഷറീസിൻ്റെ ആ രീതിയിൽ കയറ്റുമതി നടത്തുന്ന ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇവിടുന്ന് പോകേണ്ട അങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇവിടുന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ആയിരുന്നു. അതേപോലെ തന്നെ മറ്റ് മീനുകൾ, ട്യൂണ, പിന്നെ അല്ലാത്ത മറ്റ് മത്സ്യങ്ങളെല്ലാം ഒരുപാട് കയറ്റുമതി നടത്തിയത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്, നമ്മുടെ രാജ്യത്തു നിന്നാണ്. അപ്പോൾ ഈ കയറ്റുമതി ഇനിയിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാവും. കാരണം അത് അമേരിക്ക ഇത്രത്തോളം 50% തീരുവ ഇതിന് ചുമത്തി കഴിഞ്ഞപ്പോൾ ഇത് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല മാർക്കറ്റിൽ. ആ രീതിയിലേക്ക് ആവും. ആ മീനൊക്കെ ഇപ്പോൾ ഇവിടെ സുലഭമാണ്. അതായത് പണ്ട് ഞാൻ കണ്ടിരുന്നപ്പോൾ വലിയ ഷ്രിമ്പ്, അതേപോലെ തന്നെ മറ്റേ ഈ കട്ടിൽ ഫിഷ്, പിന്നെ ഈ കണവ എന്നൊക്കെ പറയുന്നത്, അതായത് വലിയ കൂന്തളല്ല കണവ, ഈ മീനൊക്കെ ഇപ്പോൾ ഇത് ധാരാളമായിട്ട് ഇപ്പോൾ ഇവിടെ കിട്ടും. അതിൻ്റെ കാരണം എന്തെന്നറിയോ? ഈ കമ്പനിക്കാർ ഇതിൻ്റെ എടുപ്പങ്ങ് നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഇത് കഴിക്കാൻ കിട്ടും. അതായത് ഒരു കണവ ഞാൻ വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നിയത് അതിൻ്റെ സ്ക്വിഡ്, വലിയ സ്ക്വിഡ് വാങ്ങിയത് ആണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് ഏതാണ്ട് 4.5 കിലോ ഉണ്ടായിരുന്നു ആ കണവ. അങ്ങനെയുള്ള കണവ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല ഇവിടെ. ഇത് മുഴുവൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കമ്പനികൾ വന്നങ്ങെടുക്കും. ഇതിപ്പോൾ കമ്പനി ഇത് എടുക്കാനില്ലാത്തത് കൊണ്ട് എനിക്കത് വാങ്ങി കഴിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ പല സാധനങ്ങളുടെയും പോക്ക്. അവിടെ ഈ കയറ്റിയിരിക്കുന്ന തുണിത്തരങ്ങളുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ ആ എക്സ്പോർട്ട് ക്വാളിറ്റി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ സാധനം നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അവിടെ ഞാൻ നോക്കിയപ്പോൾ അത്ര ബെസ്റ്റായിട്ടുള്ള തുണിത്തരങ്ങളാണ് കിടക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇതുണ്ടോ എന്ന് നമ്മൾ തോന്നും. മെയ്ഡ് ഇൻ ഇന്ത്യ അന്നേരം മനസ്സിലാവുന്നത്. അതിന് വില കൂടുതലുമാണ് അവിടെ. ബാക്കി വിയറ്റ്നാമിൻ്റെ തുണിയുണ്ട്, മറ്റേ ചൈനയുടെ ഉണ്ട്, അതിനൊക്കെ വില കുറവാണ് ഇത് വെച്ച് നോക്കുമ്പോൾ.
കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്, കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പോർട്ടൊക്കെ ഇനി അങ്ങ് കുറയും. അപ്പോൾ ഇത് ട്രംപ് മനഃപൂർവ്വം ഇന്ത്യയുടെ എക്കണോമി തകർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലാണല്ലോ മറ്റേ ടെക്കുകൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട്. $1,00,000 ഇപ്പോൾ H1B വിസയ്ക്ക് 1,00,000, പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന വിസയ്ക്ക് $1,00,000 അടയ്ക്കണം ഫീസ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മുടെ 88 ലക്ഷം രൂപ. ഇത് ആര് തയ്യാറാവും? ഏത് കമ്പനി തയ്യാറാവും? അപ്പോൾ പറഞ്ഞേക്കുന്നത് ട്രംപിൻ്റെ അന്ത്യശാസനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ ഈ കമ്പനികൾ, അതായത് ഇപ്പോൾ ഈ പുതിയ തീരുവ ഏർപ്പെടുത്തിയല്ലോ 100% മരുന്നുകൾ, ഈ കമ്പനികൾ അമേരിക്കയിൽ സ്ഥാപിച്ച് അവിടെ പ്രൊഡക്ഷൻ നടത്താത്തിടത്തോളം കാലം ഇത് വരുമെന്നാണ് ഈ 100% തീരുവ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ അമേരിക്കയിൽ സ്ഥാപിക്കണം, എന്നിട്ട് അമേരിക്കക്കാർക്ക് ജോലി കൊടുക്കണം. കാരണം ഇവിടുന്ന് ആളിനെ കൊണ്ട് ജോലി കൊടുക്കണമെങ്കിൽ H1B വിസ വേണമെന്നുണ്ടെങ്കിൽ ഈ $1,00,000 അടയ്ക്കണ്ടേ? വേണം. അപ്പോൾ ഇവിടുത്തെ കൂലിക്ക്, അതായത് നമ്മുടെ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൽ അമേരിക്കക്കാരെ ജോലി ചെയ്യാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ കമ്പനികളെ മുടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണിത്. അല്ലാതെ ഇയാൾ നന്നാക്കാൻ ചെയ്യുന്നൊന്നുമല്ല, ഈ പണി അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതിനിടെ അപ്പോൾ ഇപ്പം മരുന്നിനും കൂടി തീരുവ വന്നപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടും നമ്മുടെ കമ്പനികളൊക്കെ. അങ്ങനൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ മറ്റ് മാർക്കറ്റുകൾ, യൂറോപ്യൻ മാർക്കറ്റൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാ വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കൂട്ടണം. മരുന്ന് ഉൽപ്പാദനത്തിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് കുറേ കൂടെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെങ്കിൽ അമേരിക്കയിൽ ഇപ്പം നമ്മൾ ഈ സ്റ്റാൻഡേർഡൊക്കെ മതി, അതാണ് ഞാൻ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ, ജർമ്മനിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡാണ്. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അവിടെ എല്ലാം ഈ മരുന്നുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പരിശോധനയും അത്രത്തോളം വളരെ വലിയ സ്പെസിഫിക്കേഷൻ, സ്റ്റാൻഡേർഡ് വളരെ ഉയരത്തിലാണ്. അപ്പോൾ അത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് നോക്കണം. അങ്ങനെ മറ്റ് മാർക്കറ്റുകൾ കണ്ടെത്തണം. പിന്നെ ഈ ചൈനയുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചൈനയുടെ സഹകരണവും റഷ്യയുടെ സഹകരണവും ഇന്ത്യക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം പ്രത്യേകിച്ച് ഈ രീതിയിൽ ഓരോ ഫീൽഡ് ഇങ്ങനെ അമേരിക്ക പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റ് മാർഗങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇത് സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീക്ഷിച്ചിരുന്നാൽ മാത്രം പോരാ, അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മറുമരുന്ന് കണ്ടെത്തുകയും വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി മേഖല, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച മുരടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ മുമ്പിലൊന്നും മുട്ടുകുത്തേണ്ട കാര്യമില്ല, മുട്ടുകുത്തുകയും ചെയ്യരുത്. അതും ചെയ്യാൻ പാടില്ല.